ഹലോ, ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ അങ്ങനെ പാലക്കാട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം, നമ്മൾ BR ഹിൽസിൽ നിന്ന്, അതായത് കർണാടക സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലമാണ് BR ഹിൽസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നീട് അവിടെ നിന്ന് രാത്രി ഡ്രൈവ് ചെയ്ത് മേലാറ്റൂർ വഴി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നു. ഇപ്പോൾ പാലക്കാട് റൂട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോകുന്നത് കുറച്ച് ഗ്രാമ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. പാലക്കാടുള്ള കുറച്ച് ഗ്രാമ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. ഒരുപാട് നല്ല ഗ്രാമ കാഴ്ചകളുള്ള സ്ഥലമാണ് നമ്മുടെ പാലക്കാട് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിരുന്നു, ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അല്ലേ സാറേ? ഒരു വർഷം മുന്നേ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിരുന്നു. അന്ന് സക്കീർ ഭായി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് ഇവിടെ, അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ സമയത്ത് കുറച്ച് പാലക്കാടൻ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് അന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇന്ന് ഒരു ദിവസം കൂടെ നമുക്കുണ്ട്. എന്തായാലും നാളെ മുതൽ സാറിന് ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് പാലക്കാടൻ ഗ്രാമ കാഴ്ചകൾ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പാലക്കാടിന്റെ ഗ്രാമീണ കാഴ്ചകൾ നൽകുന്ന സ്ഥലമായ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. കൊല്ലങ്കോട് മാത്രമല്ല കേട്ടോ, നെന്മാറ, തത്തമംഗലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഗ്രാമ കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാടിന്റെ മനോഹരമായ ഗ്രാമ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പാലക്കാടിൽ നിന്നുള്ള മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ പാലക്കാട് ടൗണും നാലുവരി പാതയൊക്കെ പിന്നിട്ടതിന് ശേഷം കൊല്ലങ്കോട് റൂട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കൊല്ലങ്കോട് കുറച്ചുള്ളിലായിട്ട് ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതെന്താണെന്നുള്ളതൊക്കെ അവിടെ എത്തിയതിനു ശേഷം കാണാം. എന്തായാലും പോകുന്ന വഴി, നമ്മളിപ്പോൾ പാലക്കാടിൽ നിന്ന് കൊല്ലങ്കോടൊക്കെ പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ. ഇരുവശങ്ങളിലൊക്കെ ആയിട്ട് പാലക്കാടിന്റെ മുഖമുദ്രയായ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര. അങ്ങനെ കൊല്ലങ്കോട് ടൗണും കഴിഞ്ഞു. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ് സിതാർകുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി, ആ വഴി നമ്മളിപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് മുൻപിലായിട്ട് പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി മലനിരകൾ നമുക്ക് കാണാം. ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര. അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർക്കറിയാം, ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രദേശങ്ങൾ, നമ്മളിപ്പോൾ പോകുന്ന വഴികളൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളും വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശം കൂടിയാണ്. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൊല്ലങ്കോടിനടുത്തുള്ള ആ ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കാണാം. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചിങ്ങഞ്ചിറ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ടായിക്കോട്ടെ നമ്മുടെ കാഴ്ചകൾ കാണുന്നത് എന്ന് വിചാരിക്കുന്നു. കാർ നമ്മൾ ഇവിടെ ഒരിടത്ത് പാർക്ക് ചെയ്തു. ഒരുപാട് വീതിയുള്ള വഴിയല്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അവിടെ വണ്ടി ഇപ്പോൾ ഒതുക്കിയിരിക്കുകയാണ്. മെയിൻ റോഡൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. എപ്പോഴും വാഹനം വന്നു പോകുന്ന വഴിയൊന്നുമല്ല. ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. ആ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഇന്നത്തെ പാലക്കാടൻ കാഴ്ചകൾ നമ്മൾ ആരംഭിക്കുന്നത്. ഈ ഒരു ചായക്കട കാണാനും അവിടുന്ന് ഒരു ചായ കുടിക്കാനും വേണ്ടി നമ്മൾ ഇത്രയും ദൂരം വന്നു അല്ലേ സാറേ? കൊല്ലങ്കോട് നിന്ന് ചിങ്ങഞ്ചിറ വരാനുള്ള പ്രധാന കാരണം ഈ ഒരു ചായക്കടയാണ്. എന്താണെന്നുള്ളത് ഞാൻ അവിടെ എത്തിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇവിടെയും മഴയാണ് കേട്ടോ പ്രശ്നം. രാവിലെ അത്ര പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഇപ്പം ചെറിയ രീതിയിൽ മഴ തൂളി തുടങ്ങി. ഇടയ്ക്ക് മഴയില്ലാതാകും, പിന്നെയും നല്ല കാലാവസ്ഥ, വെയിൽ കളിയും, അങ്ങനെയൊക്കെയാണ്. മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാലാവസ്ഥ വരുന്നത്. ചായക്കട എത്തി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട. എങ്ങനെയുണ്ട്? ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയാൽ കാണാൻ പറ്റും? സാറേ അപ്പം ചായ പറഞ്ഞു അല്ലേ? ആ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഇവിടെ ഒരു അമ്മയുണ്ട്. അമ്മ നമസ്കാരം. അമ്മയുടെ പേര്? ചന്താമരാക്ഷി. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്? അതെ അല്ലേ? ഈ കട തുടങ്ങിയിട്ടും? അതെ അല്ലേ? ഓ ശരി ശരി. അപ്പോൾ ഇവരാണ് ഇവിടെ കട നടത്തുന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരിങ്ങനെ? ചെല്ലൻ. അപ്പോൾ ചെല്ലൻ ചേട്ടൻ നമുക്ക് വേണ്ടി ചായ എടുക്കുന്നു. ഉണ്ടോ ആ താളത്തിലുള്ള ആ ചായ അടിക്കുന്ന കാണുമ്പോൾ അറിയാൻ മേലേ ആ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്കുള്ള ചായ കിട്ടി. ലൈറ്റ് ആയതല്ലേ? ഇതിപ്പോൾ എത്ര വർഷമായി ഇവിടെ നിന്ന് പറഞ്ഞാൽ? 40 വർഷമോ? 46 വർഷമായി. ഓ അത് ശരി. അപ്പോൾ ആൾക്കാരൊക്കെ വരാറുണ്ടല്ലേ ഇപ്പം? എല്ലാ ജില്ലയിൽ നിന്നും വരാറുണ്ട്. ചെല്ലഞ്ചേട്ടനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം എല്ലാ ആൾക്കാരും വരും. അത് ശരി. അപ്പോൾ ഫേമസ് ആയി ഇപ്പം. കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി കോമൽ കിനാവുകളെല്ലാം
മനം നുള്ളിയെറിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഇവരാണ് കാണിച്ചു തന്നത്. ഇവിടെ എത്തിയിരിക്കുന്നത് ചായ ചായ 20 പൈസ, ദോശ 50 പൈസ, കായപ്പം 50 പൈസ. അപ്പോൾ നിങ്ങളെവിടെ നിന്നുള്ളവരാണ്? ഞങ്ങള് മലപ്പുറം പെരുന്തൽമണ്ണ. മലപ്പുറം. പേരെങ്ങനെയാണ്? ബിജേഷ്. ഷിജിത്ത്. ഓക്കെ. ഇപ്പൊ ഇത് കാണാൻ വേണ്ടി തന്നെ വന്നാ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇങ്ങനെ കറങ്ങാറുണ്ട്. ഇത് തന്നെ ശരി. 1.5 മണിക്കൂർ യാത്ര. ഓ, അപ്പൊ ഇങ്ങനെ വന്നു. ഇന്ന് അവധി ദിവസം വന്നല്ലേ? അതെ അല്ലേ? കൊള്ളാലോ. അപ്പൊ നിങ്ങളാണ് ആ ബോർഡ് കണ്ടുപിടിച്ചത്? എങ്ങനെ കണ്ടുപിടിച്ചു? ശരി. അത് കൊള്ളാം. ചേട്ടൻ പറയുന്നത് 20 പൈസക്ക് ഇനിയിപ്പോ ചായ കൊടുക്കേണ്ടി വരും അല്ലേ? അന്വേഷിച്ച ആള് വന്നു കഴിഞ്ഞാല് വെച്ചല്ലേ? ഓ ശരി ശരി. ഓക്കെ ഓക്കെ. ശരി. അപ്പൊ ചേട്ടൻ കട തുടങ്ങുന്ന സമയത്ത് ഇവിടെ 20 പൈസയായിരുന്നു ചായക്ക്? 20 പൈസ പഞ്ചസാര ചായ, 10 പൈസ വെള്ള ചായ. ആണുങ്ങളൊക്കെ വന്ന പഞ്ചസാര ഇട്ട് 20 പൈസ തന്ന് കുടിക്കും. പെണ്ണുങ്ങൾ 20 പൈസ തരാൻ അവരുടെ പൈസ ഇല്ല. അപ്പൊ 10 പൈസക്ക് വെള്ള ചായ കൊടുക്കും. ഓ, ചക്കര ചായ. ചക്കര ചായക്ക് 10 പൈസ വിട്ടിട്ടുണ്ട് പറയാം. ഓ, ചക്കര ചായക്ക് 10 പൈസ, ഇതിന് പഞ്ചസാരക്ക് 20 പൈസ അല്ലേ? 75-ല് 1975-ല്. അപ്പൊ അന്ന് ഈ പലഹാരങ്ങൾക്ക് വില എങ്ങനെയായിരുന്നു? അതായത് വടക്കൊക്കെ വളരെ കമ്മിയാണ്. അതല്ലേ? ഓർമ്മയുണ്ടോ അന്നത്തെ? ഓർമ്മ തന്നെ ശരിക്കും പറയാൻ പറ്റില്ല. ഈ പറയണ 50 പൈസ അതിൽ താഴെ ആയിരിക്കുമല്ലോ അല്ലേ? താഴെയെന്നൊരു സംശയമുണ്ട്. ഇപ്പം ഈ അന്ന് അടുപ്പല്ലായിരുന്നോ മെയിനായിട്ടും? മെയിനല്ല അടുപ്പും വിറകല്ലേ? വയലറാണ്. വിറകല്ല, മറ്റേ കരിയായിരുന്നു. ഓ, കരിയിട്ട് നമ്മ ചെമ്പിന്റെ വയലറുമാര് അതിലാണ് സമോവർ, പഴയ സമോവർ കരി ഉപയോഗിച്ച് അല്ലേ? ഓ, അങ്ങനെയായിരുന്നു തുടക്കം. ഓ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം മണ്ണെണ്ണ വരെ എത്തിയത്. മണ്ണെണ്ണ ഇപ്പം സ്റ്റൗ ആയി, ഗ്യാസ് സ്റ്റൗ ആയി അല്ലേ? ശരി ശരി. അപ്പോൾ നമ്മളങ്ങനെ ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിൽ നിന്നും ചായയൊക്കെ കുടിച്ച് തിരിച്ച് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു വരികയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പല ദേശങ്ങളിൽ നിന്നും വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും. നമ്മളൊക്കെ ഇപ്പം തിരുവനന്തപുരത്തു നിന്നും വന്നു. അത്രയും ഫേമസ് ആയിരിക്കുകയാണ് ഇപ്പം ചെല്ലൻചേട്ടൻ. അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, 20 പൈസയ്ക്ക് ചായ അങ്ങനെ. അപ്പം അത് സിനിമയുടെ ആവശ്യത്തിനായിട്ടാണ് വെച്ചത്. അതുകൊണ്ട് ഓടി വന്നിട്ട് ചെല്ലൻചേട്ടാ 20 പൈസയേ ഉള്ളൂ ചായ എന്ന് പറഞ്ഞ് ചോദിക്കരുത്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ ഒരു ചായക്കടയും അവിടുത്തെ ആ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഒരുപാട് വർഷം പഴക്കമുള്ള, അന്നത്തെ 45 വർഷത്തോളം പഴക്കമുള്ള ഒരു ചായക്കടയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും അത് വലിയൊരു സന്തോഷമായി. ഇങ്ങനെയുള്ള ഗ്രാമക്കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഈ പാലക്കാടിൻ്റെ ഇങ്ങനെയുള്ള കുറച്ച് ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ കടകളും ഓലമേഞ്ഞ വീടുകളൊക്കെ ഇപ്പോഴും കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള യാത്രയാണ് നമ്മളിപ്പം ഈ ഒരു ദിവസം തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എങ്ങോട്ട് സാറേ? അതെ, കേരളത്തിലെ ഗ്രാമീണ കാഴ്ചകളുടെ ഒരു അവസാന അവശേഷിപ്പുകളൊക്കെ കാണണമെന്നുള്ളവർക്ക് പാലക്കാട് വന്നാൽ മാത്രമേ ഇനി അത് കാണാൻ കഴിയുള്ളൂ. മറ്റ് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ആ ഗ്രാമീണ ശേഷിപ്പുകളെല്ലാം തുടച്ചു മാറ്റപ്പെട്ടു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അവശേഷിക്കുന്ന ഗ്രാമീണ പശ്ചാത്തലമുള്ള കാര്യങ്ങൾ, ഈ ചായക്കട, പാടശേഖരങ്ങള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു പാലക്കാട് മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിന്റെ മറ്റു ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ടും ഇപ്പൊ കോഴിക്കോടും പിന്നെ ഇടുക്കിയിലും എല്ലാ സ്ഥലങ്ങളിലും കാണും, കുറേശ്ശൊക്കെ കാണും. എന്നിരുന്നാലും കുറച്ചുകൂടെ ഗ്രാമക്കാഴ്ചകൾ കൂടുതലുള്ള സ്ഥലം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ പാലക്കാട് തന്നെയാണ്. നമ്മൾ നടന്നു വരുന്ന വഴിയിലാണെങ്കിൽ പോലും വേലി കിട്ടിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് മുതൽ വേലി കിട്ടുന്ന ഒരു രീതി ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം എല്ലാവരും കോൺക്രീറ്റും കല്ലും പിന്നെ മറ്റു രീതികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മതിലിട്ടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാർ അത് മതിലിട്ടാൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ കുറച്ച് മുള്ളുവേലിയാണ്, പഴയ കാലത്ത് ഉണ്ടായിരുന്ന മുള്ളുവേലിയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലൊന്നും അത് കാണാനില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ആ മുള്ളുവേലി കാണാൻ പറ്റി. അതാണ്. പിന്നെ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൊല്ലങ്കോട് പ്രദേശത്താണ്. ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പൊ അതായത് ഗ്രാമീണ പശ്ചാത്തലമുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ കൊല്ലങ്കോട് ഭാഗത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ്. ഏതൊരു സിനിമ എടുത്താലും അല്ലെങ്കിൽ പഴയകാലത്തെ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചിത്രീകരിക്കണമെങ്കിൽ എന്തായാലും എല്ലാ മലയാള സിനിമയിലെ ആൾക്കാരും ഈ പാലക്കാട് ഭാഗത്തേക്കാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്, നമ്മളിപ്പോൾ കയറിയ ചായക്കട ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു ലൊക്കേഷനിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലം.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചിങ്ങഞ്ചിറ കാവിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ചായ കുടിച്ച കടയിൽ നിന്ന് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ ആ കാവും കൂടെ കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ആ ഒരു ചായക്കടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരമുള്ളൂ ഈ കാവിന്റെ അടുത്തേക്ക്. പിന്നെ ഇവിടെ വരുമ്പോഴേ തന്നെ കാണുന്നത് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. ആ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കാവ് വേറെ ലെവൽ. അതോടൊപ്പം തന്നെ ആ കാവിനോട് ചേർന്ന് ചെറിയൊരു കുളവുണ്ട്. കാവിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കുളവും കാണാം. തൊട്ട് മുന്നിൽ മല, അതിൻ്റെ താഴ്വാരത്തിൽ കാവ്, അതിനോടനുബന്ധിച്ച് ഒരു കുളവും. നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ കാണാനായിട്ട്. അടിപൊളി ഒരു സ്ഥലം. നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞാനിവിടെ ഇറങ്ങി. സാറ് കാറുമായി മുന്നോട്ട് പോയി. എന്തായാലും ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ച കണ്ടിട്ട് കാവിൻ്റെ അങ്ങോട്ട് നടക്കാം എന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് കേട്ടോ ചിങ്ങഞ്ചിറ കാവ്. കണ്ടോ, ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു കാവ് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്ര പരിസരത്ത് കേരള പോലീസ് നിയമപ്രകാരം അബ്കാരി നിയമപ്രകാരവും മദ്യം കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും സമ്പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. ഉണ്ടോ, അങ്ങനെ ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നിടം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് നിന്ന് 7 കിലോമീറ്റർ മാറിയിട്ടുള്ള ചിങ്ങഞ്ചിറയിലെ ഒരു കാവിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെ പ്രകൃതി ക്ഷേത്രമെന്നും കറുപ്പസ്വാമി ക്ഷേത്രമെന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാവിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഇവിടെ ഒരു വ്യവസ്ഥാപിത ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക നിർമ്മിതികളൊന്നും തന്നെ ഇല്ലെന്നാണ്. ഇവിടെ ധാരാളം ആൽമരങ്ങളുണ്ട്. ആൽമരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു കാവാണിത്. ഇവിടുത്തെ പ്രതിഷ്ഠ കറുപ്പസ്വാമിയാണ്. ഒരു വിശ്വാസമുള്ളത് ഇവിടെ വന്ന് എന്ത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാലും അത് നടക്കുമെന്നാണ്. വീടില്ലാത്തവർക്ക് വീട്, സന്താനമില്ലാത്തവർക്ക് സന്താനം ഒക്കെ ഇവിടെ വന്ന് ആഗ്രഹിച്ചാൽ നടക്കുമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഇവർ ഈ ആൽമരത്തിൽ വീടിൻ്റെ ചെറിയ രൂപങ്ങളും കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായത് ഈ കാവുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ 3 പ്രധാന ദിവസങ്ങളാണുള്ളത്. ഒന്ന് സരസ്വതി പൂജ, മറ്റൊന്ന് പൊങ്കാല, വേറൊന്ന് ബലി. എന്തായാലും ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, തമിഴും മലയാളവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം നമ്മൾ വളരെ യാദൃശ്ചികമായിട്ടാണ് വന്ന് കണ്ടത്. അപ്പം അങ്ങനെ ഈ ഒരു മനോഹരമായ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലവും അതോടൊപ്പം തന്നെ കുറച്ച് മനസ്സിന് സമാധാനവും ശാന്തിയൊക്കെ കിട്ടാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. കാലാവസ്ഥ ചെറിയ രീതിയിൽ മൂടി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല വെയിൽ വരും, പിന്നെ മഴ. അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. എന്തായാലും നോക്കാം, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ കാർ പോകുന്ന കണ്ടില്ലേ, എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഒരു സ്ഥലമല്ലേ? ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് തന്നെ വരണം. ആ ഒരു നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തിലുള്ള ആ ഒരു നെൽപ്പാടവും തെങ്ങിൻതോപ്പും അതൊരു വേറെ ഫീലാണ് കേട്ടോ. നമ്മളിപ്പോൾ നടക്കുന്ന വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് നെൽകൃഷികൾ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്തായാലും നിങ്ങൾ വരണം കേട്ടോ. ഒരു ദിവസമെങ്കിലും ഈ കാഴ്ചകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക, സന്ദർശിക്കുക. ഇതിപ്പോൾ സീതാർകുണ്ട് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ആ വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ സാറിനോട് പറഞ്ഞു, കാറുമായിട്ട് മുന്നോട്ട് പോക്കോ, ഞാൻ നടന്നു വരാം എന്ന് പറഞ്ഞ് സാറിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. സാറിനി കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. കണ്ടിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം. സാറേ എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? അതിമനോഹരം. നമ്മൾ പലതവണ പാലക്കാട് വന്നിട്ടുണ്ടെങ്കിലും മുന്നേ കൊല്ലങ്കോട് വന്നിട്ടുണ്ടെങ്കിലും ഇതിന് എനിക്ക് തോന്നുന്നു ഓരോ തവണ വരുമ്പോഴും പ്രകൃതിക്ക് ഭംഗി വളരെ കൂടിക്കൂടി വരികയാണെന്ന് തോന്നുന്നു. വളരെ കൂടിക്കൂടി വരുന്ന ഒരു ഫീല് ഇപ്പൊ നമുക്ക് അങ്ങ് വിവരിക്കാൻ പറ്റാത്ത ഒരു മനോഹരമായ ഒരു ഫ്രെയിംസ്. ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ശരി, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തു. ഈ പറഞ്ഞ രീതിയിലേ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്തായാലും അവധി ദിവസങ്ങളിലൊക്കെ വന്ന് സന്ദർശിക്കണം എന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഗ്രാമീണ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു മുതൽക്കൂട്ടാണ്. ഒരു അസാധ്യ ഫ്രെയിമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ ഇവിടെ ഒരു
ഈ ഞാറവർ നട്ടിരിക്കുന്ന ഒരു നല്ലൊരു ഗ്രീൻ ടർഫ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നെല്ലിയാമ്പതി മലനിരകളെ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുക. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയാൽ അവിടെ കുറച്ച് ആൾക്കാർ പണിയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാം. നെൽപ്പാടങ്ങളിൽ പണിയെടുക്കുന്ന ചേച്ചിമാരെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്തായാലും അവരെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇവിടം വരെ വന്നിട്ട് ഇത്രയും മനോഹരമായുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവരെ നമ്മൾ സന്ദർശിച്ചില്ലെങ്കിൽ മോശമല്ലേ? നമ്മൾ കഴിഞ്ഞ തവണ കൊല്ലംകോട് വന്നപ്പോൾ ഇതേപോലെ നമ്മുടെ സക്കീറിന്റെ പാടശേഖരത്തില് ഇവര് ജോലി എടുക്കുന്നൊക്കെ കണ്ടിരുന്നു. ഞാറൊക്കെ കള പറിക്കുന്നൊക്കെ കണ്ടിരുന്നു അല്ലേ? ഇപ്പൊ എന്താ നടക്കുന്നത് നമുക്ക് ചോദിച്ചു. എനിക്ക് ഞാറ് നടന്ന പോലെ തോന്നുന്നു. പോയി നോക്കാം. ബിന്ദു എന്നാണ് പേര്. ചേച്ചിയുടെ പേര് ബിന്ദു. പാടത്ത് പണിക്ക് പോകും. അത് ശരി. ഇപ്പം എന്തോ ഇത് തെങ്ങിന്റെ കെട്ടിക്കൊണ്ട് പോകണം. വീട്ടിലേക്കാണ്? ഓ ശരി ശരി. ഇത് മുതലാളിയുടെ സ്ഥലം. അവിടത്തെ ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയില്ല? അപ്പൊ നിങ്ങൾ കടത്തി കൊടുക്കുക. അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞോ? അപ്പൊ എത്ര മണിക്ക് പണിക്ക് ഇറങ്ങി? 8:30 ഇറങ്ങും. അപ്പൊ ഒരു ദിവസം എത്രയൊക്കെയാ കൂലി? 375 ഉണ്ട്. സ്ത്രീകൾക്ക് കൂലി കുറവാണോ? ആണുങ്ങൾക്കാണ് കൂലി കൂടുതൽ അല്ലേ? 375. കള പറിക്കുന്നതിന് എത്ര കൂലി? 350. അങ്ങനെയാണല്ലേ? അത് ശരി. അപ്പോൾ എന്തായാലും നമ്മളിതാ ചേച്ചിമാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മളിപ്പം ഞാറ് നടന്ന കുറച്ച് ചേച്ചിമാരുണ്ട്. ഇപ്പം അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇതിലൂടെ നടക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, നല്ല ഭംഗിയാണ്. ഇവരൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ ഒരു മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. പാടത്ത് പണി നടക്കുന്ന ആൾക്കാരല്ലേ, അവർക്കൊക്കെ നമ്മൾ വന്ന് സംസാരിക്കുമ്പോഴത്തേനും വലിയ സന്തോഷമാണ്. കാരണം അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരും വന്ന് അവരോട് സംസാരിക്കാറൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഒരു അതിഥിയെ പോലെ അവരെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദൂരം അങ്ങ് നടന്നെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കോളം തിരിച്ചിങ്ങനെ ഞാറ് നട്ടിരിക്കുകയാണല്ലോ സ്ഥലത്ത്. അപ്പോൾ പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണം പോകാനായിട്ട്. കൊള്ളാം എന്തായാലും. ഇവരിവിടെ ഇങ്ങനെ ഞാറ് നടുകയാണ്. 5-6 ചേച്ചിമാരുണ്ട് കേട്ടോ. സാധാരണ ഞാറ് നടുമ്പോൾ ആൾക്കാരിങ്ങനെ പാടാറുണ്ടല്ലോ, നിങ്ങളാരും പാടാറില്ല? ശോ. തന്താനാനേ താനേ തന്താനാനേ തന്താനാനേ താനേ തന്താനാനേ. പണ്ടേ പണ്ടേ ഞങ്ങൾ പാടുന്നൊരു പാട്ട്, പണിയാളർ പാടത്ത് പാടുന്നൊരു പാട്ട്. പിരിയോലക്കുട ചൂടി പണി ചെയ്യണ നേരം വയ്യായ് മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്, വയ്യായ് മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്. തന്താനാനേ താനേ തന്താനാനേ തന്താനാനേ താനേ തന്താനാനേ. എന്തായാലും നമ്മളവിടെ പാടത്തൊക്കെ പോയി അവരോട് സംസാരിച്ചതിന് ശേഷം തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. കാറ് കുറച്ച് മുന്നിലായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കാഴ്ചയും കൂടെ ഉണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകും മറ്റൊരു സ്ഥലത്തേക്ക്. സാറേ, വണ്ടിയുടെ ബാക്ക് വശം മുഴുവൻ ചെളിയായി സാറേ, മുഴുവൻ ചെളിയായി. ഇത്രയും ദിവസത്തെ യാത്ര മുഴുവനും ഇതിലുണ്ട്. സാർ ഒരു വരുവായി. സാറിൻ്റെ വണ്ടി ഇനി നേരെ സർവീസ് സ്റ്റേഷനിലേക്ക് കയറ്റുന്നു. വാഷ് ചെയ്തിട്ട് ഇനി എന്ത് പരിപാടിക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓ അമ്മാതിരി ചെളിയായി കേട്ടോ എൻ്റെ തന്നെ. പോവല്ലേ, എന്തായാലും നോക്കിയിട്ട് അറിയില്ല. നമുക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കയറ്റാം. കർണാടക, തമിഴ്നാട്, കേരളത്തിലെ എല്ലാ ചെളിയും ഇതിനകത്തുണ്ട്. നോക്കാം, നമുക്ക് പോകുന്ന വഴി എവിടെയെങ്കിലും പറ്റുവാണെങ്കിൽ വാഷ് ചെയ്തിട്ട് പോകാം. അതല്ലെങ്കിൽ നാളെ ചെയ്യാം. ആ പേരെഴുതാനാണ് പിള്ളേർ എഴുതുന്ന പോലെ. പഴയ ശീലം മറക്കണ്ട. അടിപൊളി. കൊള്ളാം, കലക്കി. ഇനി പേര് തപ്പി ആരും അന്വേഷിച്ച് നടക്കണ്ടല്ലേ? ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കണ്ട. അതെ, അനിൽ ബിബിൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എഴുതാൻ വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന, ഡിസൈൻ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ മതി. നമ്മളിതാ അങ്ങനെ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം കൂടി എത്തി കേട്ടോ. ഈ ഒരു സ്ഥലം കൂടെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. വേറെ സ്ഥലത്തും കൂടെ പോകണമെന്നുണ്ട്, നോക്കട്ടെ. കാലാവസ്ഥയും അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ?
വേറെയും കുറേ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ അവിടെ കാർ ഇട്ടേക്കുന്നുണ്ടോ, അവരിങ്ങനെ നടന്ന് ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിന് പ്രത്യേകിച്ച് വാക്കുകൾ പറഞ്ഞ് വർണ്ണിക്കാനായിട്ട് സാധിക്കുകയില്ല, അത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലം. ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലം കൂടിയാണിപ്പോൾ. ഉണ്ടോ അവിടെയൊക്കെ കുറച്ച് പിള്ളേർ നിന്ന് ഫോട്ടോസും വീഡിയോസും അവരും എടുക്കുന്നുണ്ട്. ഉണ്ടോ കരിമ്പനകൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതും കാണാം. ഈ നെൽപ്പാടങ്ങളുടെ ഇടയിലൂടെയുള്ള വഴിയും വേറെ ലെവലാണ്, അതിനും പ്രത്യേകിച്ച് വാക്കുകളില്ല പറയാനായിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ, കിടിലൻ സ്ഥലം. ഇതിലൂടെ നടന്നിട്ടുണ്ടല്ലോ ആ മലനിരകളിലേക്കൊക്കെ നോക്കുമ്പം എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, വേറൊരു ഫീലാണ്. എന്തായാലും സിനിമ എടുക്കാൻ പറ്റിയൊരു സ്ഥലം അല്ല സാറേ? ഈ ഗ്രാമീണ പശ്ചാത്തലമുള്ള സിനിമകൾ എടുക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലം. അതിമനോഹരം, മനോഹരമല്ല സൂപ്പർലേറ്റീവ് പറയുകയാണെങ്കിൽ അതെ, അതിമനോഹരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു മരം ഉണ്ടേ, ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീടും അതോടൊപ്പം തന്നെ തൊട്ട് മുന്നിലായി നിൽക്കുന്ന മലനിരകളും അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടവും കാണാൻ അമേസിംഗ് എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ. എന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു കയറി കേട്ടോ. അവിടെ എത്ര നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് മതിയാകുന്നില്ല, കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴി വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം. ഗ്രാമക്കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു സ്ഥലമൊക്കെ വന്ന് കാണുക കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, തത്തമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്. അവിടെയും ഇതുപോലെ തന്നെ നെൽപ്പാടമാണ്, പക്ഷേ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പോയി നോക്കട്ടെ, കാരണം കാലാവസ്ഥ ചെറിയ രീതിയിൽ മാറി തുടങ്ങി, പിന്നെ മഴയ്ക്കുള്ള സാധ്യതകൾ കൂടി വരുന്നു. അതുകൊണ്ട് എത്രമാത്രം പറ്റും എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ആ വഴിക്കൊന്ന് പോയി നോക്കാം. ഏകദേശം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 15 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ. പിന്നെ നമുക്ക് സമയം കളയണ്ട, തത്തമംഗലം ഭാഗത്തേക്ക് പോകേണ്ടതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് അങ്ങ് പോകാം. അങ്ങനെ ഇതാ നമ്മൾ ഉദ്ദേശിച്ച മറ്റൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ തത്തമംഗലം ഭാഗത്തേക്ക് പോവുകയാണെന്ന്. ഇവിടെ ഒരു അക്വാഡക്റ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അതും ഈ പറഞ്ഞ രീതിയിൽ ഒരു വയലിൻ്റെ നടുവിലൂടെയാണ് ഈ അക്വാഡക്റ്റ് കടന്നു പോകുന്നത്. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഇതും ഒരു നാട്ടിൻപുറമാണ്. എന്തായാലും നമ്മളിവിടെ കാർ പാർക്ക് ചെയ്തു. 200 മീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് കാർ പോകുമോ ഇല്ലയോ എന്നറിയില്ല. വരുന്ന വഴിക്ക് ഒരു ഇടം കിട്ടിയ സ്ഥലത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്തു. എന്തായാലും നമുക്കിനി അക്വാഡക്റ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മളെ നടന്നു പോകുന്ന വഴി തന്നെ അക്വാഡക്റ്റിലേക്ക് ഒഴുകുന്ന വെള്ളം കാണാം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സൈഡ് പിടിച്ചങ്ങ് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് അക്വാഡക്റ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ നടന്ന് നമ്മൾ അക്വാഡക്റ്റിൻ്റെ അടുത്തെത്തി കേട്ടോ. നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവരോടൊപ്പം നമുക്കും ജോയിൻ ചെയ്ത് ആ ഒരു പാലത്തിലേക്ക് നടന്ന് ഇതിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഇതാ നമ്മൾ അക്വാഡക്റ്റിൻ്റെ മുകളിലൂടെ നടക്കുകയാണ്. ഈ സ്ലാബ് ഇടയ്ക്കിടയ്ക്ക് കിടക്കേ എന്ന് പറഞ്ഞിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഉറപ്പിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഉറപ്പിക്കാനായിട്ട് പറ്റുമല്ല, അല്ലെങ്കിൽ പിന്നീട് പൊട്ടിച്ചിട്ടൊക്കെ വേണം അത് പൊക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ജസ്റ്റ് മുകളിലിങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. അതാണ് ഈ നടക്കുന്ന സമയത്ത് പടക്കേ എന്ന സൗണ്ട് കേൾക്കുന്നത്. നല്ല സ്ഥലമാണ് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ നഷ്ടമായേനെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പോയ ആ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരണമെങ്കിൽ തത്തമംഗലം അക്വാഡക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഈ സ്ഥലത്തെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക, ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിലെത്തും. അപ്പം ആ എൻഡിൽ പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
ഇവിടെ വന്നപ്പോൾ 2 സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. മോൻ്റെ പേരെന്താ? കിരൺ. മോൻ്റെ പേരോ? മഹേഷ്. പഠിക്കുന്നു. എത്രയിലാണ്? +1. മോൻ എത്ര വരെ പഠിച്ചു? ഞാൻ +2 കഴിഞ്ഞു. വർക്കിൽ പോകുന്നത്. ഇപ്പോൾ തുടർന്ന് പഠിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പഠിക്കണമെന്നുണ്ടായിട്ട് പോകണം. അതല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരാണല്ലേ? ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ടോ? വരാറുണ്ട്. ഒരുപാട് പേര് പറയാം. ശരി. ഗൂഗിളിൽ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. നല്ല സ്ഥലം, അടിപൊളി സ്ഥലം. വീട് ഇവിടെ അടുത്ത് തന്നെ? അപ്പോൾ പരിചയപ്പെട്ട സന്തോഷം. നടക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും 2 പിള്ളേരെ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി. ഇത് ഇവിടെ മെയിനായിട്ടും കൃഷി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളമാണെന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിലുള്ള, അതായത് നമ്മളിപ്പോൾ നടക്കുന്നതും കൃഷി സ്ഥലത്തൂടെയാണ്. താഴ്ഭാഗത്തൂടി വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാവാം ഈ പറഞ്ഞ രീതിയിൽ അക്കോഡേറ്റ് പണിതിരിക്കുന്നത്. അല്ല സാറേ? അതല്ലേ? അല്ലേ? 2 കരകൾ ഉയരത്തിലുണ്ടെങ്കിൽ നടുക്കൊരു താഴ്ന്ന കരയുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുപോകാൻ, അപ്പുറത്തെ കരയിലോട്ട് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പൊ അവിടെ ഒരു ഉയർന്ന പ്രദേശം, താഴെ പാടശേഖരങ്ങള്, പിന്നെ അപ്പുറത്ത് ഉയർന്ന പ്രദേശം. അപ്പൊ അപ്പുറത്തെ പ്രദേശത്ത് ഈ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഒരു അക്വാഡക്റ്റ് ഉണ്ടാക്കിയാലേ കൊണ്ടുപോകുള്ളൂ. അതാണ് ബേസിക്കലി അക്വാഡക്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്കുള്ള ഒരു താഴ്ന്ന പ്രദേശത്ത് കൂടെ വെള്ളം അപ്പുറത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഒരു കനാല് പോലെ, അത് ഒരു ഉയർത്തി തൂണുകളിൽ നിർത്തിയ ഒരു കനാലാണിത്. ഒരുപാട് വർഷം പഴക്കമുള്ള അക്വാഡക്റ്റ് ആണെന്നാണ് പിള്ളേർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ അറ്റം വരെ പോയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ അക്വാഡക്റ്റിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു മടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല, നല്ല സ്ഥലം എന്ന് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചടക്കാം. ഇനി അവിടെ എത്തിയിട്ട് വേണം കാർ എടുത്തിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാനായിട്ട്. ഇന്നിപ്പം ഫുഡ് കഴിച്ചിട്ടേ ഇല്ല, ഇനിയിപ്പം വൈകിപ്പിക്കുന്നില്ല. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി എന്താണെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. വഴിയെ പറയാം. അപ്പോൾ ഇതാ അങ്ങനെ തിരിച്ചു വന്ന് നമ്മൾ കാറിൽ കയറിയിരിക്കുന്നു. കുറച്ച് പേര് നടക്കാനുണ്ടായിരുന്നു. അവിടം വരെ വണ്ടി പോകും കേട്ടോ. നമ്മൾ ആദ്യമായി വരുന്നുണ്ട്. അവിടെ കാർ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് അറിയില്ലാത്തതുകൊണ്ടും നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. അവിടെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാം. ഒരുപാട് തിരക്കായി കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. വളരെ ചെറിയ വഴിയിലൂടെയാണല്ലോ നമ്മൾ വന്നതേ. വളരെ വീതി കുറവാണ്. ഒരു കാറിന് പോകാനുള്ള വീതിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയം, അവിടെ വണ്ടി കൊണ്ടിടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും അവിടെ വണ്ടി ഇടാം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നൊരു ചെറിയ പാലക്കാടൻ കാഴ്ച അല്ലേ? ഒരു ഗ്രാമക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണലി ഇന്നത്തെ ദിവസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇങ്ങനെയൊക്കെ നടന്ന് കുറേ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ പോകുമ്പോഴത്തേനും അത് വേറൊരു സന്തോഷമാണ് കേട്ടോ. എന്തായാലും പാലക്കാട് വരുന്ന ആൾക്കാർ കൊല്ലങ്കോട് വരിക, ചിങ്ങഞ്ചിറ വരിക. ചിങ്ങഞ്ചിറയിൽ നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ കട നോക്കുക. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് ഒരു പരിപ്പോടൊക്കെ കഴിക്കുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കാവിലും പോകാനായിട്ട് സാധിക്കും. കാവിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് വരിക. അവിടെയാണ് നമ്മൾ അവസാനം പോയ ആ വീടും അതോടൊപ്പം തന്നെ ആ മലനിരകളുടെ താഴ്വാരവും വെള്ളച്ചാട്ടവും ഒക്കെ നമ്മൾ കണ്ടത്. അവിടെ സന്ദർശിച്ചിട്ട് സമയമുണ്ടെങ്കിൽ തത്തമംഗലം വരിക. അപ്പോൾ ഈ ഒരു അക്വാഡക്റ്റും വന്നു വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ട്രിവാൻഡ്രം വെച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇനി എന്താ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് കാണാം. അതുവരെ ഇവർക്കും ബൈ ബൈ.